അപ്പോൾ പത്രവിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ പ്രസ് സ്റ്റോപ്പിൽ നമുക്കിപ്പം ചേട്ടൻ നമ്മുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? ഈ സമ്മേളന കാലത്തിന് കൊടിയിറങ്ങുകയാണ്, ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട്. അതിനൊക്കെ അപ്പുറം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത നയരേഖയിലേക്ക് പ്രധാനപ്പെട്ട ചർച്ചകൾ, കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണോ പ്രധാന വാർത്ത? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും CPM തന്നെയാണ് പ്രധാന പത്രവാർത്തകൾ. എല്ലാ പത്രങ്ങളുടെയും മുഖ്യ വാർത്തകളും ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയൊക്കെ CPM സമ്മേളനമാണ്. കാരണം ഈ രാജ്യത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, വലിയ രാഷ്ട്രീയ പാർട്ടി, ഒരുപാട് സമ്മേളനം എന്ന രൂപത്തിൽ നടത്തുന്ന വലിയ പാർട്ടി. അതുകൊണ്ട് തന്നെ സമ്മേളനം തന്നെയാണ് മുഖ്യ വാർത്തയും. ഏറ്റവും പ്രധാന ഇതിനകത്ത് മനോരമ തന്നെയാണ്. മനോരമ സമ്മേളന വാർത്ത എന്ന രൂപത്തിലല്ല, പക്ഷേ സമ്മേളനവുമായി കണക്ട് ചെയ്തുകൊണ്ടൊരു ഒന്നാം പേജ് ഒരു വാർത്തയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഫീസിന് മേൽ ഫീസ് എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെയാണ് സമ്മേളനവുമായി കണക്ട് ചെയ്യുന്നതാണ്, അത് വാർത്ത മുഴുവൻ വായിച്ചാൽ മാത്രമാണ് മനസ്സിലാകുക. അതായത് സംസ്ഥാനത്ത് നഗരസഭ, പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്ന് നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾക്കും ലൈസൻസുകൾക്കും കെട്ടിട പെർമിറ്റുകൾക്കും നിലവിലുള്ള ഫീസിന് പുറമെ ഒരു ഡിജിറ്റൽ ഫീസ് കൂടി, അതായത് അതിങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ കോസ്റ്റ് എന്ന രൂപത്തിൽ, അതായത് ഡിജിറ്റലി കൂടി ചിലവാകുന്ന പൈസ കൂടി ഇനി ആളുകളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് വാങ്ങണം എന്ന രൂപത്തിലാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുള്ളത്. അതൊരു ബൈലൈൻ സ്റ്റോറി ആയിട്ടാണ് മനോരമ കൊടുക്കുന്നത്. ഫീസിന് മേൽ ഫീസ് എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ CPM സമ്മേളനമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അത് CPM സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ രേഖയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി എന്നാണ്, അങ്ങനെയാണ് മനോരമ അതിനെ ആ വാർത്തയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നഗരസഭയും പഞ്ചായത്തുകളും ഒക്കെ ഏർപ്പെടുത്താൻ പോകുന്ന ഒരു ഫീസ്, ഡിജിറ്റൽ കോസ്റ്റ് എന്നുള്ളതിനെ CPMൻ്റെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയുമായി ബന്ധപ്പെട്ടാണ് മനോരമ അതിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ആ കണക്ഷനാണ് വളരെ കൗതുകം. എന്നാലും അതൊരു ഒരു വാർത്ത തന്നെയാണ്. CPMവുമായി ബന്ധപ്പെട്ട വാർത്തയായിട്ട് തന്നെ അതിനെ കാണേണ്ടിയും ചിലപ്പോഴൊക്കെ വന്നേക്കും. മനോരമ പിന്നീട് പോകുന്നത് നമ്മുടെ 7-ാം പേജിലേക്ക് പോയാൽ, ഈ അകത്ത് പിണറായി പുറത്ത് ഭിന്നസ്വരം. അത് സ്വാഭാവികമാണ്. മനോരമ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ വിഭാഗീയതയൊക്കെ ഒരുപാട് കാലം ചർച്ച ചെയ്തൊരു പത്രമാണ്. ആ പത്രത്തിൻ്റെ 7-ാം പേജിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് അകത്ത് പിണറായിയെക്കുറിച്ചാണ് ചർച്ച, പുറത്ത് ഭിന്നസ്വരത്തെക്കുറിച്ചാണ് ചർച്ച. അത് ഒരു പോയിന്റ് കോട്ട് ചെയ്തുകൊണ്ടാണ്, അതായത് MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞൊരു പോയിന്റ് കോട്ട് ചെയ്തുകൊണ്ടാണ് അത് പറയുന്നത്. അതിങ്ങനെയാണ്: ഈ ക്യാപ്റ്റൻ എന്നുള്ളത് ജനങ്ങളാണ്, അപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ളത് പിണറായി അല്ല എന്ന് MA ബേബി പറഞ്ഞതുകൊണ്ട് പുറത്തൊരു ഭിന്നസ്വരം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനോരമ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മേളനത്തിനകത്ത് പിണറായി ഏകസ്വരമാകുമ്പോൾ പുറത്ത് ഭിന്നസ്വരം ഉണ്ട് എന്ന രൂപത്തിലേക്കാണ് ആ വാർത്തയെ മനോരമ രൂപപ്പെടുത്തുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ യുവാക്കളും വനിതകളും കൂടുതൽ വരുന്നു എന്ന രൂപത്തിലൊക്കെ അതെല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്ത് പോയതാണ്. അതായത് സംസ്ഥാന സമിതിയിൽ വലിയ മാറ്റം വരാൻ പോകുന്നു, പ്രായമായവരൊക്കെ പോകാൻ പോകുന്നു, പുതിയ ആളുകൾ വരാൻ പോകുന്നു. അത് എല്ലാവരും കൈകാര്യം ചെയ്തിട്ടുണ്ട്, മനോരമ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ പച്ചക്കൊടി. അതാണ് നേരത്തെ സേതു സൂചിപ്പിച്ചത്. നയരേഖയുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിന് മുഖ്യമന്ത്രിയുടെ നയരേഖയ്ക്ക് പാർട്ടിയുടെ പച്ചക്കൊടി എന്നൊരു വാർത്ത കൂടി മനോരമ കൊടുക്കുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് പോയാൽ, മാതൃഭൂമി കുറച്ചും കൂടി മറ്റൊരു രൂപത്തിലേക്കാണ്. നമ്മൾ ഈ ഫീസിന് മേൽ ഫീസ് എന്ന രൂപത്തിലൊന്നുമല്ല, വ്യവസായം വരണം, അതിന് പാർട്ടിയുടെ പിന്തുണ എന്ന രൂപത്തിലാണ്. വ്യവസായം വരട്ടെ, ഒറ്റക്കെട്ടായി CPM പ്രതിനിധികൾ എന്നുള്ളതാണ് മനോരമയുടെ ലീഡ്. ബംഗാൾ മറക്കരുത് എന്നുകൂടി മാതൃഭൂമി ടോപ്പ് ഹെഡായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ബംഗാൾ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം CPM സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിലും ഒക്കെ ബംഗാളിൽ എങ്ങനെയാണ് പാർട്ടി താഴേക്ക് പോയത്, അധികാരത്തിൽ നിന്ന് പോയത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനെ ഒന്നും കൂടി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഒന്നാം പേജിൽ മാതൃഭൂമി വാർത്ത കൊടുത്തത്. പക്ഷേ അത് 7-ാം പേജിലേക്ക് പോകുമ്പോൾ വ്യവസായം വരട്ടെ എന്നുള്ളത് പറയുമ്പോൾ 7-ാം പേജിലേക്ക് പോകുമ്പോൾ മാതൃഭൂമി മറ്റൊരു കാര്യമാണ് പറയുന്നത്. CPM ഏറ്റെടുക്കാൻ പോകുന്നത് 35 ദൗത്യങ്ങൾ. അതായത് മറക്കരുത് സമരം എന്നാണ് അതിൻ്റെ ഹെഡിങ്. പക്ഷേ CPM ഏറ്റെടുക്കാൻ പോകുന്നത് 35 ദൗത്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട 15 ദൗത്യങ്ങളുണ്ട്. അതിൽ സമരം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് നാട്ടിൽ നടക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രാദേശികമായി നടക്കുന്ന എല്ലാ വിഷയങ്ങളിലേക്കും CPM ഇടപെടണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തന റിപ്പോർട്ടും കാര്യങ്ങളുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ മുഖ്യ വാർത്തയായി 7-ാം പേജിൽ അവതരിപ്പിക്കുന്നു മാതൃഭൂമി. അതിൽ 35 ദൗത്യങ്ങളാണ് CPM ഏറ്റെടുക്കാൻ പോകുന്നത്. അതിൽ സമരം തന്നെയാണ് പ്രധാനം. സമരങ്ങളിലേക്കാണ് CPM പോകാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ MV ഗോവിന്ദൻ ഇന്നലത്തെ വാർത്താ സമ്മേളനം, അതായത് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ വിമർശനങ്ങളെ MV ഗോവിന്ദൻ അതിനെതിരെ ആഞ്ഞടിക്കുന്നു എന്നുകൂടി മാതൃഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ ഈ നയരേഖയുമായി ബന്ധപ്പെട്ട് സുപ്രഭാതവും മാധ്യമവും, 2 പത്രങ്ങൾ നമുക്കറിയാവുന്നതാണ്, 2 പത്രങ്ങൾ. ഈ 2 പത്രങ്ങളും സുപ്രഭാതവും മാധ്യമവും നയരേഖയിൽ, ഒരു പത്രം അതായത് സുപ്രഭാതം, നയരേഖയിൽ വിയോജിപ്പ്, ആശങ്ക പ്രകടിപ്പിച്ച് സമ്മേളന പ്രതിനിധികൾ എന്നൊരു വാർത്ത. അതായത് മറ്റ് പത്രങ്ങളല്ല, മാധ്യമം പിണറായിയുടെ രേഖയ്ക്ക് പാർട്ടി പിന്തുണ എന്ന് പറയുമ്പോൾ സുപ്രഭാതം പറയുന്നത് നയരേഖയിൽ വിയോജിപ്പ് എന്നുള്ളതാണ്. മാതൃഭൂമിയും മനോരമയൊക്കെ, മനോരമ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ പറയുന്നത് പാർട്ടിയുടെ പിന്തുണ മുഖ്യമന്ത്രിക്കുണ്ട്, നയരേഖ മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്ന് മനോരമ 7-ാം പേജിൽ പറയുന്നു. പക്ഷേ സുപ്രഭാതത്തിന് എങ്ങനെയാണ് ഈ വാർത്ത 1-ാം പേജിൽ കൊടുക്കാൻ തോന്നിയതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും മറ്റ് പത്രങ്ങളെല്ലാം നയരേഖയിൽ പാർട്ടിയുടെ പിന്തുണ എന്ന് പറയുമ്പോൾ സുപ്രഭാതവും മാധ്യമവും നേരെ പോകുന്നത്
സുപ്രഭാതം എടുത്തു പറയുന്നത് നയരേഖയിൽ വിയോജിപ്പ് എന്നുള്ളതാണ്. അത് ഇന്നലെ വന്നൊരു ചർച്ചയുടെ ഒരു ചർച്ച വഴിതെറ്റിപ്പോയതിൻ്റെ ആ രൂപത്തിലൊക്കെ ആയിരിക്കും തോന്നുന്നു. സുപ്രഭാതത്തിൻ്റെ ബൈലൈൻ സ്റ്റോറി കൂടിയാണത്. അത് സുപ്രഭാതം ഒരുപക്ഷെ ആലോചിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണ് അത് സംഭവിച്ചതെന്നുള്ളത്. ഇനി മറ്റൊന്ന്, അതായത് ഈ സമ്മേളനം അല്ലാതെ നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളം ഈ ലഹരിയുടെ, അതായത് ഇന്നലെ വന്ന ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് MDMA വിഴുങ്ങി ഒരു യുവാവ് മരിച്ചു. പോലീസ് പിടിക്കുമ്പോൾ കയ്യിൽ MDMA ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി തുടരുന്ന ലഹരിയുടെ വലിയ വ്യാപനം, ന്യൂസ് മലയാളമൊക്കെ വലിയ സ്റ്റോറികളൊക്കെ ചെയ്തിരുന്നതാണ്. ലഹരിയുടെ ഉപയോഗം കേരളത്തിൻ്റെ ചെറുപ്പക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത്. അതിൽ മനോരമ 1-ാം പേജിൽ വലിയ വാർത്തയായിട്ട് കേരളം എങ്ങോട്ട് 59 ദിവസം 65 കേസുകൾ 70 കൊലപാതകങ്ങൾ എന്നുള്ളതാണ്. അത് വലിയ വിശദമായ വാർത്തയാണത്. അതേ രൂപത്തിൽ തന്നെ മാതൃഭൂമിയും അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലഹരി വിഴുങ്ങുന്ന കേരളം എന്നാണ് മാതൃഭൂമിയുടെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. സമ്മേളന വാർത്തയ്ക്കൊപ്പം തന്നെ വലിയ പ്രാധാന്യത്തോട് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷേ സമ്മേളനം ഇല്ലായിരുന്നെങ്കിൽ വലിയ വാർത്തകളിലൊന്നാകുമായിരുന്നു അത്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധി, വലിയ വിപത്ത് എന്നുള്ള രൂപത്തിൽ. ദേശീയ പത്രങ്ങളിലേക്ക് പോയാൽ, ഹിന്ദുവിലേക്കൊക്കെ പോയാൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്കറിയാം. മണിപ്പൂരിൽ വീണ്ടും, അതായത് മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നു, സ്വതന്ത്ര സഞ്ചാരത്തിന് വഴി തുറക്കുന്നു എന്നുള്ളത്. സ്വതന്ത്ര സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പൊതുഗതാഗതം തുറന്നു കൊടുത്ത ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, 43 പേർക്ക് പരിക്ക്. അത് ഹിന്ദു 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ വാർത്തയായി തന്നെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയായി മാറുകയാണ്. മറ്റൊരു വാർത്ത, മലയാള പത്രങ്ങൾ മറന്നുപോയത്, അല്ലെങ്കിൽ മലയാള പത്രങ്ങൾ കൊടുക്കാതെ പോയത്, ഇന്നലെ അഹമ്മദാബാദിൽ രാഹുൽ ഗാന്ധി ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. ആ റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് കോൺഗ്രസിൽ 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, മറ്റൊന്ന് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നൊരു വലിയ വിമർശനം, അത് സ്വയം വിമർശനമാണ്. അതിനെ ഹിന്ദു അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1 സെക്ഷൻ ഓഫ് കോൺഗ്രസ് ഇൻ ഗുജറാത്ത് ഈസ് ഇൻ ലീഗ് വിത്ത് BJP എന്നുള്ളതാണ്. അതായത് വലിയ വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ, കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ തന്നെ പറയുന്നു എന്നുള്ള കാര്യമാണ്. അതൊരു പക്ഷേ ഒരു വലിയ വാർത്തയാണ്. 1-ാം പേജിൽ ഒക്കെ ഇന്നത്തെ മലയാള പത്രങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വാർത്തയായിരുന്നു എന്ന് തോന്നുന്നു. അത് മലയാള പത്രങ്ങൾ തമസ്കരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിട്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ മറന്നു പോയിരിക്കുന്നു എന്ന് വേണം കാണാൻ. മറ്റൊന്ന് കേരളകൗമുദിയാണ്. കേരളകൗമുദി സാധാരണഗതിയിൽ CPM-ഉമായിട്ടൊക്കെ വലിയ വാർത്തകളൊക്കെ കൊടുക്കുന്നതാണ്. കേരളകൗമുദി ഒരുപക്ഷെ ഇത് ഏതൊക്കെ പത്രങ്ങൾ ഏതൊക്കെ വാർത്തകൾ വിട്ടുപോയി എന്നല്ല, അത് 7-ാം പേജിലൊക്കെ ഒരു വളരെ മനോഹരമായി കൊടുത്തു. പക്ഷേ 1-ാം പേജിൽ എവിടെയും ഈ CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകളില്ല. ഏറ്റവും താഴെ ചെറിയൊരു വാർത്ത മാത്രമാണ് CPM സമ്മേളനത്തിന് ഇന്ന് കൊടിയിറക്കം. നേരെ മറിച്ച് അവർ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്കും ഒപ്പം കൊന്നു തിന്നുന്ന രാസലഹരിയിലേക്കുമാണ് പോയത് എന്ന് വേണം കാണാൻ. മറ്റൊന്ന്, ഒരു അറിയിപ്പ് കൂടിയായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് സൂര്യാഘാതമേറ്റ് ഒരു മരണം. പത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഈ സൂര്യാഘാതമൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയും ഒക്കെ ആയി മാറുന്ന കാര്യമാണ്. കാരണം വേനൽ വരാൻ പോവുകയാണ്. ആ രൂപത്തിൽ സൂര്യാഘാതമേറ്റ് മരണം. ഒരുപക്ഷെ അത് സ്ഥിരീകരിക്കാത്തതുകൊണ്ടായിരിക്കാം മറ്റ് പത്രങ്ങളൊന്നും വലിയ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല. സേതു, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് മലയാള പത്രങ്ങളിലേക്ക് പോയാൽ. പിന്നെ എന്നുള്ളത് ചാമ്പ്യൻസ് ലീഗാണ്. ചാമ്പ്യൻസ് ലീഗ്, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചതുപോലെ ഇന്ന് ചാമ്പ്യൻസ് ലീഗ് എൻ്റെ ഫൈനലാണ്. ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടുന്നു. ദുബായിലാണ്. ഇന്ത്യ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആ രൂപത്തിൽ തന്നെ, വലിയ രൂപത്തിൽ തന്നെ മാധ്യമങ്ങളെല്ലാവരും അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ദുബായ് ഫൈറ്റ്, ദുബായ് കപ്പ് എന്നൊക്കെ ഒരു, മറ്റു പത്രങ്ങളിലൊക്കെ ഈ ഹെഡിങ് സ്പോർട്സ് പേജിലാണ് തലക്കെട്ടുകളെ വളരെ മനോഹരമായിട്ട് വിന്യസിക്കാൻ കഴിയുന്നത്. ദുബായ് കപ്പ് എന്ന രൂപത്തിലൊക്കെ മനോരമ ഇതൊക്കെ പറയാനുള്ളത്. ശരി, ഓക്കെ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശരി, അപ്പോൾ നമ്മൾ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, എങ്ങനെയാണ് പത്രം ഓരോ വാർത്തകളെയും കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയായിരുന്നു ശ്രീജിത്ത് ബാലകൃഷ്ണൻ.